ഇപ്പോൾ ഇവിടെ ഇവരും അതുപോലെ തന്നെ ഈ ഒരു അപകട മുഖത്ത് നിന്നും രക്ഷപ്പെട്ട് വന്നതാണ്. നിങ്ങൾ അന്ന് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങളെ ഒരു അപകടത്തെ നേരിട്ട് കണ്ട ആളുകളാണല്ലേ? നേരിട്ട് കണ്ടല്ല, അനുഭവിച്ച ആളുകളാണ്. കടന്നുറങ്ങുന്നിടത്ത് ഫുള്ളായിട്ട് ഇടിഞ്ഞ് വന്നതിൽ എണീച്ചോടിയതാണ്. എൻ്റെ വീട് കൃത്യമായിട്ടും എവിടെയായിരുന്നു? ചൂരൽമലയാണോ അതോ മുണ്ടക്കായ് പള്ളീൻ്റെ ലേശം താഴെയായിട്ടാണ്. ഞങ്ങൾ പാടിയിലാണ്, പുരയിലല്ല, പാടിയിലാണ്. രാത്രി ഉറങ്ങുന്നതിന് ഉമ്മച്ചി എന്തോ ഭാഗ്യത്തിന് ഉമ്മച്ചി ഒച്ച കേട്ടോണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണേ. ഒച്ച കേട്ട് എന്നെ പുറത്തേക്കാക്കി. പിന്നെ അത്തുപോയി വാപ്പച്ചിനെയും എൻ്റെ അനിയനെയും വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ അനിയൻ്റെ മേത്ത് കൂടെ വാപ്പച്ചിൻ്റെ മേത്ത് കൂടെയൊക്കെ ആ വീടിൻ്റെ മതിൽ വന്ന് വീണിക്ക്. പാടീൻ്റെ മതിലുകൾ വന്നിട്ട് തിണ്ട് വന്ന് വീണിക്ക്. വാപ്പച്ചി അതിൻ്റെ മേലെ നിന്ന് എണീച്ചതിന് ശേഷം എൻ്റെ അനിയൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. എൻ്റെ അനിയൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ്, ശരിയായിക്കില്ല. നമ്മൾ എത്ര പേര് വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്? ഞങ്ങളെ റൂമിൽ 4 ആൾക്കാർ, തൊട്ടിപ്പത്തെ റൂമിൽ 4 ആൾക്കാർ. അവിടുത്തെ കാക്ക മരിച്ച്. പിന്നെ ഞങ്ങൾ ഒരു പാടിയിൽ 6 റൂമുണ്ടാവും. അതിൽ ഞങ്ങളിൽ 4 റൂമിൽ ആൾക്കാരുണ്ട്. ഒരു തലക്കൽ റൂമിലത്തെ താത്തിയും കാക്കയും അവിടുത്തെ മക്കളൊക്കെ താത്തിയും കാക്കയൊക്കെ അന്ന് രാത്രി തന്നെ പോയി. പൊട്ടുന്നതിൻ്റെ തലേന്ന് രാത്രി തന്നെ പോയിക്ക്. കാക്ക പോയിക്കില്ല, മക്കളും ആ താത്തയൊക്കെ പോയിക്കേനു. പിന്നെ തൊട്ടുപുറത്ത് ഒരു ചേച്ചിയും ഒരു ചേട്ടനും, ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഉള്ളത്. ആ ചേട്ടനൊക്കെ വന്നിട്ടാണ് എൻ്റെ അനിയനെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. പിന്നെ അവിടുന്ന് ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ ഞങ്ങൾ പാടി മൊത്തമാകെ പോയിക്ക്. പാടിയെല്ലാം മുണ്ടക്കായ് ഫുള്ള് പോയിക്ക്. മുണ്ടക്കായ് എന്ന് പറയാൻ ഇനി അവിടെ സ്ഥലമല്ല, മൊത്തമാകെ മുണ്ടക്കായ് ഫുള്ള് പോയി. എന്നിട്ട് രണ്ടാമത്തെ പൊട്ടലാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഓടി റാട്ടേൻ്റെ അടുത്തുള്ള ഒരു പാടിയിൽ പോയി നിന്ന്. അവിടെ ചേച്ചി ചായയും വെള്ളമൊക്കെ തന്ന് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പൊട്ടൽ പുഴയിൽ കൂടെ വന്നത്. ഞങ്ങൾ വിചാരിച്ച ഒക്കെ കൂടെ വരുന്ന അമ്മാതിരി ഒച്ചയാണ്. അതിപ്പോൾ റിപ്പളിലൊരു ചേച്ചി ഞങ്ങളൊരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ പൊട്ടി ഒച്ച അവിടം വരെ കേട്ടിക്കുക, ഒച്ച അവിടം വരെ ഒരു കേട്ടിക്കുന്ന പറഞ്ഞിട്ടുള്ള. അങ്ങനെ ഒച്ചയിൽ ഞങ്ങൾ അവിടുന്ന് ആ പാടിയിൽ നിന്ന് എല്ലാവരും വിചാരിച്ച ആ പാടിയിലുള്ളവരും മുണ്ടക്കായിൽ നിന്ന് വന്നവരും എല്ലാവരും ഇറങ്ങി ഓടി ഒരു കുന്നിൻ്റെ മേലെ പോയി നിന്ന്, ചായച്ചെടിയുടെ ഒരു കുന്നിൻ്റെ മേലെ പോയി നിന്നിട്ട് അവിടുന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് എന്താക്കിയത്, ഞങ്ങൾ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിലേക്ക് മാറിയത്. അവിടെ എല്ലാവരും സുരക്ഷിതരായിരുന്നു ആ സമയത്ത്? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ? ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ മണ്ണിൽ നിന്ന് കിട്ടുന്നത് അവിടെ അവിടെ എസ്റ്റേറ്റിൻ്റെ ആയതുകൊണ്ട് അവിടെ തന്നെ നഴ്സുമാരും ഒക്കെ അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് അപ്പം കിട്ടുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതെല്ലാം ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തെടുത്തവർ ചെളിയിൽ വീണവരാണ് അവരെ ക്ലീൻ ചെയ്തിട്ട് മുറിവൊക്കെ കെട്ടിക്കൊടുത്തിട്ടും ആ നഴ്സുമാർ നല്ലോണം കൂടെ നിന്നിക്ക്. സഹോദരന് പരിക്കേറ്റിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഏത് ആശുപത്രിയിലാണ്? എന്താണ് നിലവിലെ അവസ്ഥ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കമ്പളക്കാട് ആരോഗ്യയിലാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിലവിൽ നമ്മുടെ കുടുംബം എല്ലാവരും ഇവിടെ തന്നെ ക്യാമ്പിലാണുള്ളത്? ഇപ്പോൾ എല്ലാവരും ക്യാമ്പിൽ തന്നെയാണ്. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും വലിയൊരു അപകടമാണ്. ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ഇവിടെയുള്ളത്.